ഹായ്, ഫ്ലോറിംഗിന് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മാർബിളൊക്കെ അളക്കുന്നത് എങ്ങനെയെന്നുള്ള സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇതിപ്പോൾ കണ്ടു നിങ്ങൾ കറക്റ്റ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് അളന്നെടുക്കാൻ പറ്റും. അതല്ല ഇതുപോലത്തെ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ്, ഒരു ഭാഗം ഹൈറ്റ് കുറവ് ഒരു ഭാഗം ഹൈറ്റ് കൂടുതലുള്ള ഭാഗമാണെങ്കിൽ എങ്ങനെ അളക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഹൈറ്റ് നോക്കി, ഇവിടെ 43 ഞാൻ നെറ്റ് വരുന്നത്, നമ്മൾ അളവിൽ വരുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു അളവ് 42 ഇഞ്ച് വരെ. ഈ ഭാഗത്തേക്ക് എൻഡേക്ക് വരുമ്പോൾ അത് വരുന്നത് 42 ഇഞ്ച്. ഈ ഒരു ഭാഗത്ത് വരുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 46 ഇഞ്ചോളം എത്തി, 45 ഇഞ്ചോളം എത്തി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഭാഗത്താണ് അളവെടുക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് പറ്റിക്കപ്പെടുന്ന സമയത്ത് അവർ ഈ ഭാഗത്ത് അളവെടുക്കും. ഈ അളവെടുക്കുമ്പോൾ നല്ല വ്യത്യാസം വരും ഹൈറ്റിൽ. ഇപ്പോൾ സ്ക്വയർ ഫീറ്റിനകത്ത് വലിയൊരു അളവ് വരുന്ന വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ഭാഗമാണ് ഹൈറ്റ് കുറവുള്ളത് ആ ഭാഗം എടുക്കണം. ഇനി ഇതിന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മട്ടം നോക്കുക എന്നുള്ള സംഭവം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് പറഞ്ഞു കേട്ടോ.